ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ MP, പൂജനീയ സ്വാമി സച്ചിദാനന്ദ, വേദിയിലിരിക്കുന്ന മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ശ്രീനാരായണീയരെ, അറിവിൻ്റെ തീർത്ഥാടന വേദിയിൽ ആ തീർത്ഥാടനത്തിൻ്റെ അഷ്ടലക്ഷ്യങ്ങളിലൊന്നായ സംഘടന എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീനാരായണ പ്രസ്ഥാന സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സംഘടനയിലൂടെ ശക്തരാകുക എന്ന് ശ്രീനാരായണ ഗുരു അരുൾ ചെയ്തത് അതൊരു വെറും വാചകമല്ല, ഗുരുദേവ ദർശനത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലം നേരത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി. ചില അവകാശങ്ങൾ ചിലർക്ക് മാത്രവും മറ്റു ചിലർക്ക് അത് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ശ്രീനാരായണ ഗുരു അതിനെതിരെ രംഗത്ത് വരികയും അദ്ദേഹം അന്ന് അതിനെതിരെ വാളെടുത്തില്ല, അദ്ദേഹം വാക്കുകളാണ് ഉപയോഗിച്ചത്. ഹിംസയല്ല, ചിന്തയായിരുന്നു നാരായണ ഗുരു ആയുധമാക്കിയത്. നാരായണ ഗുരു വ്യക്തിത്വവാദത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം വിശ്വസിച്ചത് സാമൂഹിക അനീതിയെ നേരിടാൻ വ്യക്തിബോധം മതിയാവില്ല, സമൂഹത്തിൻ്റെ ബോധം വേണമെന്നായിരുന്നു ഗുരു കരുതിയത്. അതാണ് സംഘടനയുടെ ആവശ്യകത. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, വ്യവസായം കൊണ്ട് സമൃദ്ധരാകുക, പലപ്പോഴും ഇതൊരു ഉദ്ധരണിയായി നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഇതാണ് ഒരു സമൂഹം ഉയർത്താനുള്ള പൂർണ്ണമായ ദർശനം. വിദ്യ ചിന്തയെ സ്വതന്ത്രമാക്കാൻ ഉപയോഗിക്കുമ്പോൾ വ്യവസായം നമുക്ക് സ്വതന്ത്രമാകാനുള്ള ഒരു ഉപാധിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കേന്ദ്ര ബിന്ദുവാണ് സംഘടന. വിദ്യ ഉണ്ടെങ്കിലും സംഘടനാബോധമില്ലെങ്കിൽ ആ ബോധം ബലഹീനമാണ്. ഗുരുദേവന്റെ കാഴ്ചയിൽ സംഘടന എന്നത് വെറുമൊരു കെട്ടിടമോ ഭരണസമിതിയോ അല്ല. സംഘടന എന്നത് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, പരസ്പരം ഉത്തരവാദിത്വം, സമൂഹത്തെ നയിക്കുവാനുള്ള ബോധം. SNDP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ചരിത്രത്തിൽ ചെയ്തത് ഒരു വിഭാഗത്തെ ഉയർത്തുക മാത്രമല്ല, ഒരു സമൂഹത്തെ മൊത്തം ബോധവാന്മാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന സാരഥി കുവൈത്ത് ഒരു പ്രവാസ സംഘടനയാണ്. പ്രവാസ ലോകത്താണ് സംഘടനയുടെ ആവശ്യം ഏറ്റവും കൂടുതലുള്ളത്. സ്വന്തം കുടുംബാംഗങ്ങളെ ഈ നാട്ടിൽ വിട്ട് മരുഭൂമിയിലേക്ക് ജോലി ചെയ്യാൻ വരുന്ന സുഹൃത്തുക്കൾ അവരനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സ്, സ്വന്തം കുടുംബത്തെ, സ്വന്തം ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയെയും കാണാതെ വർഷത്തിലെ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് വരുന്ന അവരുടെ ആ ഒരു വ്യഥ, അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, അത് കുറക്കാനാണ് പ്രവാസ സംഘടനകൾ ശ്രമിക്കുന്നത്. പ്രവാസ സംഘടനകളിലെ പരിപാടികളും ആ പ്രവാസ സംഘടനയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതും അവർക്കൊരു ആശ്വാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രവാസ ലോകത്ത് സംഘടനയുടെ ആവശ്യകത വളരെ വലുതാണെന്നുള്ളതാണ്. 1998 കുവൈറ്റിലെ ഒരു പറ്റം ശ്രീനാരായണീയർ പരസ്പര സഹകരണത്തിനും സഹായിക്കുന്നതിനും വേണ്ടി തുടങ്ങിയ സംഘടന 26 വർഷം കഴിഞ്ഞ് അതിൻ്റെ യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ, ഇന്ന് ഞാൻ സ്വാമിജിയോട് സംസാരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 18 യൂണിറ്റുകളുണ്ട്. ശ്രീനാരായണ ഗുരു ദർശനം പ്രവാസ ലോകത്തിലെ പ്രവാസികളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുമാണ് സാരഥി കുവൈറ്റ് മുന്നോട്ട് പോകുന്നത്. ഞാൻ സ്വാമിജിയോട് പറഞ്ഞത്, ഞങ്ങളുടെ 18 യൂണിറ്റുകളിൽ ഇന്ന് രാവിലത്തെ പ്രഭാഷണത്തിൽ പോലും നമ്മുടെ പൂജനീയ സ്വാമിജി പറഞ്ഞു, സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, ചതയ ദിനത്തിൽ എല്ലാവരും ചതയ പൂജ നടത്തണം. ഞങ്ങളുടെ 18 യൂണിറ്റുകളിലും എല്ലാ മാസത്തിലെയും ചതയ ദിനത്തിൽ പൂജകൾ നടത്തുകയും 1 മണിക്കൂറുമുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ ശ്രീനാരായണ ഗുരു ദർശനം ആളുകളിലേക്ക് എത്തിക്കുകയാണ്. ഞങ്ങൾക്കൊരു കുട്ടികളുടെ വിഭാഗമുണ്ട്, ഗുരുകുലം. ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ്
കുട്ടികളെ ശ്രീനാരായണ ഗുരുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്. സാരഥി ഗുരുകുലം ചെയ്യുന്നത് അതാണ്. കുട്ടികളെ നാരായണ ഗുരുവിലേക്ക് അടുപ്പിക്കുകയും അവരെ മലയാള ഭാഷ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം കുവൈത്തിലെ കേരള ഗവൺമെൻറ്റിൻ്റെ മലയാള മിഷൻ്റെ കുവൈറ്റ് ചാപ്റ്ററിൻ്റെ ഭാഗമാണ് സാരഥി കുവൈത്തിൻ്റെ സാരഥി ഗുരുകുലം. വിദ്യാഭ്യാസമാണ് ഏറ്റവും മുഖ്യമായ മറ്റൊരു വിഷയം. സാരഥി കുവൈറ്റ് കേരളത്തിൽ ഞങ്ങളുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് സാരഥി കുവൈറ്റ് എന്ന ചേർത്തലയിൽ ആസ്ഥാനമായിട്ടുള്ള നമ്മുടെ സാരഥി ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ചേർത്തല SN കോളേജിന് പുറകുവശത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് SEFE അക്കാഡമി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മഹത്തരമാണ്. 1000-ഓളം കേരളത്തിലെ വിദ്യാർത്ഥികളെ വിവിധ ജോലികളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, എയർഫോഴ്സ്, നേവി, ആർമി, മറ്റ് പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് ഉള്ള ട്രെയിനിങ് കൊടുത്ത് 1000-ൽ പരം കുട്ടികളെ നമുക്ക് ഈ സ്ഥാപനങ്ങളിൽ ജോലി നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ജോലി നേടുമ്പോൾ ആ കുടുംബം ആണ് രക്ഷപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സാരഥി SNEF-ഉമായിട്ട് ചേർന്ന് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറമായി ചേർന്നുകൊണ്ട് നിങ്ങളുടെ ശാഖകളിലൊക്കെ ഇതിൻ്റെ വിവരങ്ങൾ എത്തിക്കാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് ഏറ്റെടുത്തിരിക്കുകയാണ്. വയനാടിലെ പ്രളയ ദുരിതബാധിത പ്രദേശത്തിൽ നിന്നും 2 കുട്ടികൾ SCFEയുടെ ട്രെയിനിങ്ങോടുകൂടി ഇന്ന് കുവൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടന ദിവസം വിദ്യാഭ്യാസ സംബന്ധമായ സമ്മേളനത്തിൽ വെച്ച് സാരഥി കുവൈറ്റിൻ്റെ 25 കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം, 25 വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിൻ്റെ ഉദ്ഘാടനം ഈ വേദിയിൽ വെച്ച് നമുക്ക് നടത്താൻ ശാരദാനന്ദ സ്വാമികൾ നിർവഹിക്കുകയുണ്ടായി. 5 വർഷം MBBS, BTech, BSc നഴ്സിംഗ് എന്നിവ പഠിക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 60,000 രൂപ വെച്ച് 5 വർഷം അവരുടെ വിദ്യാഭ്യാസ കാലയളവിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് സാരഥി സിൽവർ ജൂബിലി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇന്ന് നമ്മൾ എല്ലാ ശ്രീനാരായണീയ സംഘടനകളും കൈകോർത്താൽ നമുക്ക് ഗുരുദേവൻ്റെ ദർശനം അത് പ്രവൃത്തിയിലൂടെ പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയ ശിവഗിരി മഠത്തിൻ്റെ പൂജനീയായ സ്വാമിമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.